ആശങ്കകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ NIA കോടതിയിൽ ജാമ്യഹർജി നൽകി. മുതിർന്ന അഭിഭാഷകൻ അമൃതോദാസ് ആണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരാകുക. സിസ്റ്റർമാരുടെ ആരോഗ്യനില ഉൾപ്പെടെ കോടതിയെ ബോധ്യപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി കൂടിക്കാഴ്ച നടത്തി. ഹൈക്കോടതിയിൽ സർക്കാർ ജാമ്യാപേക്ഷ എതിർക്കില്ലെന്ന് ഇന്നലെ അമിത്ഷാ UDF MPമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നായിരുന്നു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിലെ വേദനയും അമർഷവും BJP സംസ്ഥാന അധ്യക്ഷനെ അറിയിച്ച CBCI രൂപത ആസ്ഥാനത്തെത്തിയ രാജീവ് ചന്ദ്രശേഖറിനെ കാര്യങ്ങൾ ധരിപ്പിച്ചെന്ന് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി. BJP ആദ്യം മുതലേ ഇടപെടുന്നുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. രാജീവ് ചന്ദ്രശേഖറിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ചു. ന്യൂസ് 18 ചർച്ചയിൽ കൊമ്പുകോർത്ത ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബുവും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവീലും മതപരിവർത്തന നിരോധന നിയമം പിൻവലിക്കണമെന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയുടെ നിലപാട് അതിമോഹമെന്ന് RV ബാബുവിന്റെ പ്രതികരണമാണ് ഫാദർ ഫിലിപ്പ് കവീലിനെ ചൊടിപ്പിച്ചത്. ഭീഷണിയുടെ സ്വരം വാങ്ങിവെച്ചാൽ മതി, ഇന്ത്യയിൽ ഭരണഘടനയാണ് പ്രധാനമെന്നും മതാധിപത്യമല്ലെന്നും ഫാദർ ഫിലിപ്പ് കവീൽ പറഞ്ഞു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ BJP രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസ് ചെമ്പേരി. വിതരണം ചെയ്ത ക്രിസ്മസ് കേക്കിനോട് നീതി പുലർത്തിയിരുന്നെങ്കിൽ മോചനത്തിന് ഉടൻ നടപടി സ്വീകരിച്ചേനെ. 8 ദിവസത്തിന് ശേഷം BJP നേതാക്കൾ ഇടപെട്ടെന്ന് പറയുന്നതിന്റെ യുക്തി എന്തെന്നും ജോസ് ചെമ്പേരി ചോദിച്ചു. കോതമംഗലത്തെ യുവാവിനെ വിഷം നൽകി കൊലപ്പെടുത്തി പെൺസുഹൃത്ത്. പാതിരപ്പള്ളി സ്വദേശി അൻസിലാണ് മരിച്ചത്. പുല്ലിന് തളിക്കുന്ന വിഷം 300 മില്ലി ഉള്ളിൽ ചെന്നാണ് മരണമെന്ന് പരിശോധനയിൽ കണ്ടെത്തി. പെൺസുഹൃത്ത് പോലീസ് കസ്റ്റഡിയിലാണ്. സംഭവത്തിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അൻസിൽ മരിച്ചത്. ധർമ്മസ്ഥലയിൽ തെരച്ചിൽ തുടരുകയാണ്. 8ാം പോയിന്റിൽ നിന്ന് നിർണായക തെരച്ചിൽ. കൂടുതൽ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. ലൈംഗിക പീഡന പരാതിയിൽ വേടന്റെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാൻ പോലീസ്. പരാതിക്കാരി മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകും. മുൻകൂർ ജാമ്യം തേടാൻ വേടൻ.